ബർമുഡ ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ത്രികോണം. എന്താണ് ബർമുഡ ട്രയാങ്കിൾ? അതിനെപ്പറ്റി പല രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും വന്നിട്ടുണ്ട്. പ്രേതങ്ങളുടെ വാസസ്ഥലം, ഏലിയൻസ് വന്നു പോകുന്ന സ്ഥലം, അങ്ങനെ പല രീതിയിലുള്ള അഭിമുഖങ്ങൾ ഇതിനെപ്പറ്റി പരക്കുന്നുണ്ട്. വീഡിയോ കണ്ടു തീരുമാനിക്കാം എന്താണ് ബർമുഡ ട്രയാങ്കിൾ. അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. ബർമുഡ ട്രയാങ്കിൾ അഥവാ ചെകുത്താന്റെ ത്രികോണം, ഡെവിൾ എസ് ട്രയാങ്കിൾ എന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു സാങ്കല്പിക പ്രദേശമാണ്. ഫ്ലോറിഡ, ബെർമുഡ, പ്യൂർട്ടോ റിക്കോ എന്നീ സ്ഥലങ്ങളെ കോണുകളാക്കി ഒരു ത്രികോണാകൃതിയിൽ ഈ പ്രദേശം രേഖപ്പെടുത്താറുണ്ട്. ഏകദേശം 3,90,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന്. നിഗൂഢകളും അപകടങ്ങളും. ബർമുഡ ട്രയാങ്കിളിന് ചുറ്റും നിരവധി കഥകളും നിഗൂഢകളും പ്രചാരത്തിലുണ്ട്. ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് ഈ ആശയം കൂടുതൽ പ്രചാരത്തിലായത്. ചില പ്രധാന സംഭവങ്ങൾ: USS സൈക്ലോപ്സ് 1918. ഒന്നാം ലോകമഹായുദ്ധസമയത്ത് 309 ജീവനക്കാരുമായി ഈ അമേരിക്കൻ ചരക്ക് കപ്പൽ ബെർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഫ്ലൈറ്റ് 19 1945. ഫ്ലോറിഡയിൽ നിന്ന് പറന്നുയർന്ന 5 ITBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങളും അവയെ തെരഞ്ഞുപോയ മറ്റൊരു വിമാനവും ഈ പ്രദേശത്ത് കാണാതായി. ഈ സംഭവത്തോടെയാണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹത കൂടുതൽ ചർച്ചയായത്. ഈ സംഭവങ്ങളിൽ അപ്രത്യക്ഷരായവരുടെ മൃതദേഹങ്ങളോ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങളോ കണ്ടെത്താനായിട്ടില്ല എന്നത് നിഗൂഢ വർദ്ധിപ്പിച്ചു. ശാസ്ത്രീയ വിശദീകരണങ്ങൾ. ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകളെക്കുറിച്ച് നിരവധി പഠനങ്ങളും വിശദീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മിക്ക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഈ പ്രദേശത്ത് അസാധാരണമായ യാതൊരു ദുരൂഹതയുമില്ലെന്ന് പറയുന്നു. സാധാരണയായി പറയപ്പെടുന്ന ചില കാരണങ്ങൾ: ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അമേരിക്ക, യൂറോപ്പ്, കരീബിയൻ രാജ്യങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള ഒരു പ്രധാന കപ്പൽ വ്യോമപാതയാണ് ബർമുഡ ട്രയാങ്കിൾ. അതിനാൽ സ്വാഭാവികമായും ഇവിടെ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും എണ്ണം കൂടുതലാണ്. കൂടുതൽ യാത്രകൾ നടക്കുമ്പോൾ അപകടങ്ങളും കൂടാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ഈ പ്രദേശത്ത് അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട്. ഇത് കപ്പലുകൾക്കും വിമാനങ്ങൾക്കും അപകടകരമാവാം. കടലിനടിയിലെ പ്രത്യേകതകൾ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മീഥേൻ വാതക കുമിളകൾ ഉയരുന്നത് കപ്പലുകളെ മുക്കാൻ സാധ്യതയുണ്ടെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. എന്നാൽ ഇതിന് ശക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. കാന്തിക ശക്തി. ഈ പ്രദേശത്തെ കാന്തികശക്തിയിലെ വ്യതിയാനങ്ങൾ ദിശാസൂചകങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നും ചിലർ വാദിക്കുന്നു. മനുഷ്യന്റെ തെറ്റുകൾ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മോശം ഉപകരണങ്ങൾ, പൈലറ്റുമാരുടെയും കപ്പൽ ജീവനക്കാരുടെയും തെറ്റുകൾ എന്നിവയും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. മിക്ക പ്രശസ്ത സ്രോതസ്സുകളും ബെർമുഡ ട്രയാങ്കിളിനെ ഒരു ദുരൂഹ പ്രദേശമായി കണക്കാക്കുന്നില്ല. അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ കണക്കുകൾ പ്രകാരം ബെർമുഡ ട്രയാങ്കിളിൽ കാണാതാകുന്ന വിമാനങ്ങളുടെ ശരാശരി ലോകത്തെ മറ്റേതൊരു ഭാഗത്തിനും തുല്യമാണ്. ഇന്നും ബെർമുഡ ട്രയാങ്കിളിനെക്കുറിച്ചുള്ള കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഇത് ഒരു ഭാവനാത്മകമായ പ്രതിഭാസമായാണ് ശാസ്ത്രലോകം കാണുന്നത്. ഇതുപോലുള്ള വാർത്തകൾ വേഗത്തിൽ ലഭിക്കുവാൻ ഒമേഗ വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.